നമസ്തേ. പ്രവാസ ലോകത്തെ പുത്തൻ കാഴ്ചകളും വിശേഷങ്ങളുമായി എത്തുന്ന നമസ്തേ രേവയിലേക്ക് ഏവർക്കും സ്വാഗതം. അറബ് ലോകത്തും അയ്യപ്പ പൂജ മഹോത്സവം ഒരുക്കി UAE പ്രവാസികൾ. UAE അയ്യപ്പ സേവാ സമിതി അജ്മാനിൽ സംഘടിപ്പിച്ച അയ്യപ്പ മഹോത്സവത്തിൽ പങ്കെടുത്തത് പതിനായിരങ്ങളാണ്. തുടർച്ചയായ 23ാമത് വർഷമാണ് അയ്യപ്പ സേവാ സമിതി അയ്യപ്പ മഹോത്സവം സംഘടിപ്പിക്കുന്നത്. മണ്ഡലകാലത്തിൻ്റെ ചൈതന്യം നിറയുകയായിരുന്നു UAEയിലും. കലിയുഗവരദനായ ഹരിഹരപുത്രൻ്റെ അനുഗ്രാശിസുകൾ തേടി ആയിരങ്ങളാണ് അജ്മാൻ ഇന്ത്യൻ അസോസിയേഷനിലേക്ക് എത്തിയത്. ശരണാർച്ചനകളോടെ ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തർ ഒത്തുചേർന്നപ്പോൾ ഇവിടം മറ്റൊരു പൂങ്കാവനമായി മാറി. മാലയിട്ട് വ്രതമെടുത്ത് അയ്യനെ കാണാൻ പോവാനാവാത്ത സങ്കടമെല്ലാം അവർ ശരണം വിളിച്ചും ഭജന പാടിയും ഭഗവാന് മുന്നിൽ സമർപ്പിച്ചു. വളരെ അഭിമാനം തോന്നുന്നു. നമുക്കറിയാം, പ്രവാസികളാണ് ശരിക്കും നമ്മളെ ഏത് ഉത്സവങ്ങളായാലും വളരെ ഭംഗിയോടുകൂടിയിട്ടും കാര്യപ്രാപ്തിയോടു കൂടിയിട്ടും ആചാര്യ തുല്യതയോടു കൂടിയിട്ടും നടത്തുന്നത്. എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഇതിന് കിട്ടിയത് ഇവിടുത്തെ ഭരണാധികാരികളുടെ വലിയൊരു മനസ്സാണ്. അതിനു വേണ്ടിയിട്ട് അവർക്കാണ് നമ്മൾ ആദ്യം നന്ദി രേഖപ്പെടുത്തുന്നത്. നമുക്കറിയാം, അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ലോകാരാധ്യനായിട്ടുള്ള ഒരു ദൈവമാണ്. ഏത് ജാതിയിലും മതത്തിലും പെട്ട ആളുകൾക്ക് അയ്യപ്പനെ കാണാനും തൊഴാനും ഉള്ള ഭാഗ്യം, ആ ദർശന ഭാഗ്യം അനുഭവിക്കാനുള്ള ഒരു ദൈവമാണ് അയ്യപ്പൻ. നമ്മളെ പ്രവാസികളെ സംബന്ധിച്ചിട്ട് വലിയൊരു അഭിമാന നേട്ടം തന്നെയാണ്. ശനിയാഴ്ച വൈകിട്ട് ഭഗവതി സേവയോടെയായിരുന്നു മഹോത്സവത്തിന് തുടക്കമായത്. തുടർന്ന് ലളിത സഹസ്രനാമ പാരായണം, ഭജൻസ്, ദീപാരാധന എന്നിവ നടന്നു. UAEയുടെ വിവിധ എമിറേറ്റുകളിൽ നിന്നായി ആയിരക്കണക്കിന് ഭക്തരാണ് ഉത്സവത്തിൽ പങ്കുകൊള്ളുവാൻ അജ്മാനിലേക്ക് എത്തിയത്. അയ്യപ്പ പൂജ എല്ലാം ഭംഗിയായി നടക്കുന്നു. ശബരിമലയിലെ തന്ത്രി തന്നെ വന്ന് എല്ലാം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ശബരിമലയിൽ പോയി നമുക്ക് കാണാൻ പറ്റില്ല ഇപ്പം. പക്ഷേ ഇങ്ങനെ നമുക്ക് അതേ ഒരു ഫീലിംഗ് ആണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ശബരിമല എന്തൊക്കെ നടക്കുന്നു അത് തന്നെ നമുക്ക് അതേ ആചാരപ്രകാരവും അതേ ചടങ്ങുകളെല്ലാം ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടുന്നുണ്ട്. ഞായറാഴ്ച മഹാഗണപതി ഹോമത്തോടെ 2ാം ദിവസത്തെ മഹോത്സവം ആരംഭിച്ചു. കൊടിയേറ്റം, സോപാന സംഗീതം തുടങ്ങിയവ നടന്നു. അനുഷ്ഠാന കലയായ കോൽക്കളിയും ചിന്തുപാട്ടും പ്രവാസ ജീവിതത്തിനിടയിലും കാണാനും ആസ്വദിക്കാനുമായതിൻ്റെ സന്തോഷത്തിലായിരുന്നു ഭക്തർ. ഭക്തിസാന്ദ്രമായ നൃത്തങ്ങളും അരങ്ങേറി. പല സ്ഥലത്തത്തെ പല ജില്ലയിലത്തെ ആൾക്കാരാണ് എല്ലാവരും കൂടിയിരിക്കുന്നത്. എന്തായാലും ഒരു ഒത്തൊരുമിച്ച് ഒരു കുടുംബം പോലെ അവരുടെ വീട്ടിൽ നടക്കുന്ന ആഘോഷം പോലെയാണ് നമ്മളിതിൽ പങ്കെടുക്കുന്നത്. 3 ദിവസം മുന്നേ നമ്മൾ തുടങ്ങി പ്രസാദം പാക്കിങ്, ഇന്നലെ തൊട്ട് പച്ചക്കറി കട്ടിങ് എല്ലാം ചെയ്തു. ഇന്ന് രാത്രി വരെയുള്ള ആഘോഷങ്ങൾ നമ്മളെല്ലാവരും ഒത്തൊരുമിച്ചിട്ട് മുന്നോട്ട് പോകും. ശബരിമല തന്ത്രി ബ്രഹ്മശ്രീ മഹേഷ് കണ്ഠരുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു 2 ദിവസങ്ങളിലായി നടന്ന ചടങ്ങുകൾ. എനിക്ക് തോന്നുന്നു നാട്ടിലേക്കാളൊരു ഉത്സാഹവും ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടെന്ന് പലപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ട്. എന്തായാലും ഇതൊരു വലിയ സംസ്കാരത്തിൻ്റെ വളർച്ചയാണ്. നമ്മൾ ഇതിലൊരു ജാതിഭേദ ദേശം ഒന്നുമില്ലാതെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ഇത്രയും വലിയ രീതിയിൽ നടത്തുന്നത് എന്നും സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്.
സംവിധായകൻ മേജർ രവി അടക്കമുള്ള പ്രമുഖർ ചടങ്ങുകളുടെ ഭാഗമായി. മലയാളത്തിൻ്റെ തനിമ അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരം നമ്മുടെ നാട്ടിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ട് കൊണ്ടു നടക്കുന്നത് പ്രവാസികളാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഡെയിലി മിസ് ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പോൾ വർഷത്തിലൊരിക്കൽ അതൊരു ഓണാണെങ്കിലും ശരി, നമ്മുടെ എന്ത് ആഘോഷമാണെങ്കിലും അയ്യപ്പ പൂജ ആണെങ്കിലും ആ വർഷത്തിൽ കിട്ടുന്ന സമയത്ത് അതിനെ വളരെ കൃത്യതയോട് കൂടിയിട്ട് പരിപാലിച്ച് കൊണ്ടു നടക്കുന്ന പ്രവാസികളാണ്. അപ്പോൾ അവരാണെന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സംസ്കാരത്തിനെ, അത് ഇന്ത്യൻ ഭാരതീയ സംസ്കാരത്തിനെ പോലും അത് മുന്നോട്ട് കൊണ്ടു നടക്കുന്നത് ഇവരാണ്. അപ്പോൾ അവരോട് എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. അവരവരുടെ കുട്ടികളെ ഇത് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്, അവരുടെ കുട്ടികളിതെല്ലാം കാണുന്നുണ്ട്. ഇന്ന് നമ്മുടെ നാട്ടിലൊരു ഓണത്തിന് മാവേലിയെ വെക്കുക എന്നുള്ള സങ്കല്പങ്ങളെല്ലാം അതൊന്നും കാണാനില്ല. പക്ഷേ ഇവിടെ വരുന്ന സമയത്ത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതെല്ലാം കാണുന്ന സമയത്താണ് ഇവരിതൊന്നും മറന്നിട്ടില്ല. സോ ഐ റിയലി അപ്രിഷിയേറ്റ് ഈ അയ്യപ്പ പൂജ സമയത്ത് എനിക്കിവിടെ വരാൻ സാധിക്കും. അജ്മാൻ ഇന്ത്യൻ അസോസിയേഷൻ ഹാൾ നിറഞ്ഞു കവിഞ്ഞ ഭക്തജന സഞ്ചയം ഉച്ചയ്ക്ക് ശേഷം നടന്ന ത്യാഗബ്രഹ്മ TS രാധാകൃഷ്ണ സംഘം അവതരിപ്പിച്ച ഭക്തിഗാന സുധയ്ക്കൊപ്പം ഏറ്റുപാടിയും താളം പിടിച്ചും ഉത്സവാഘോഷത്തിൽ അലിഞ്ഞു ചേർന്നു. ദാസേട്ടന് വേണ്ടി ഒരു പാട്ട് ചെയ്തപ്പോൾ അതിലൊരു വരിയുണ്ട്, അഖിലർക്കും സംഗീതം അയ്യപ്പൻ. അതാണ് അയ്യപ്പസ്വാമി. ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തർ, അത് നമുക്ക് മറ്റ് ദേവന്മാരുണ്ടെങ്കിലും അയ്യപ്പൻ്റെ ആ ഒരു കാലിബർ നമ്മുടെ ഇന്നത്തെ ഈ കലിയിൽ കൺകണ്ട ദൈവമായിട്ട് നമ്മളെല്ലാവരും കാണുന്നത്. പിന്നെ ഞങ്ങളെപ്പോലെയുള്ള സംഗീതജ്ഞർക്ക് നമ്മൾ ഇന്ത്യയിൽ കേരളത്തിൽ നിന്നുകൊണ്ട് ലോകമെമ്പാടും ഭഗവാന്റെ നാമം ചെല്ലാനുള്ള മഹാഭാഗ്യം. ഇവിടെ ഇപ്പോൾ 2ാമത്തെ വർഷം അടുപ്പിച്ചിട്ടാണ് ഈ പ്രോഗ്രാം നടത്തുന്നത്. ഇതിനു മുമ്പും വേറെ ഓർഗനൈസേഷൻ്റെ കീഴിൽ വന്ന് നടത്തിയിട്ടുണ്ട്. വല്ലാത്തൊരു അനുഭവമാണ്. കാരണം നമ്മുടെ പുറത്ത് അവിടെയുള്ള ആളുകൾ ഇവിടെ വന്ന് നമ്മുടെ സംഗീതം ആസ്വദിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഭഗവാന്റെ ആ ഒരു മനസ്സിൻ്റെ തൃപ്തിയില്ലേ, ആ ഭക്തിയുടെ നിലവാരം ഇതിനപ്പുറത്തോട്ടൊന്നും പറയാനില്ല. അതാണ് അയ്യപ്പസ്വാമി. അതുതന്നെയാണ്. അങ്ങനെ ഒരു ഭാഗ്യം കിട്ടുന്നതിന് ഇതിൻ്റെ സമിതിയുടെ എല്ലാ ആൾക്കാരോടും നമുക്ക് എത്ര നന്ദിയല്ലേ ഇതിന് പറയണം. അനന്തകോടി പ്രണാമം. അത്രയേ ഉള്ളൂ. മഹോത്സവത്തിന്റെ ഭാഗമായി അന്നദാനവും ഒരുക്കിയിരുന്നു. അയ്യപ്പ സേവാ സമിതിയിലെ അംഗങ്ങൾ ഒത്തുചേർന്നാണ് 15,000-ഓളം ആളുകൾക്ക് സദ്യ തയ്യാറാക്കിയത്. ശനിയാഴ്ച ഉച്ച മുതൽ ഞങ്ങൾ ഇവിടെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഉച്ചക്ക്, രാത്രി, ഞായറാഴ്ച രാവിലെ, ഉച്ചക്ക്, ഇപ്പോൾ ഇന്ന് രാത്രി ഉണ്ടാവും. നമ്മളൊരു ഗ്രൂപ്പുണ്ട്, ഇതിൻ്റെ പിന്നിലൊരു ഗ്രൂപ്പുണ്ട്, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട്. അവർ ഞങ്ങളെല്ലാം കൂടി എല്ലാ ആഴ്ചയും മീറ്റിംഗ് കൂടി അതെങ്ങനെ വേണം, എങ്ങനെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, എങ്ങനെ ഉണ്ടാക്കണം. കുറച്ച് ആൾക്കാർ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി. അവിടെ നാട്ടിലെ ഓരോ അമ്പലങ്ങളിലെ മേൽശാന്തിമാരാണ് അവരൊക്കെ. അവരുടെ കീഴിലാണ് നമ്മളെല്ലാം എല്ലാം ഞങ്ങളെ ഒരു കുടുംബം പോലെ ഇവിടെ എല്ലാ പച്ചക്കറികളും കഷ്ണം അരിഞ്ഞ് വെച്ച് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഭംഗിയായിട്ട് ഉണ്ടാക്കും. അതാണ് എഫേർട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് വൺ ഡേ എഫേർട്ട്, ഇറ്റ് ഈസ് ഫോർ ലോങ് ടേം എഫേർട്ട്. അത് ഞങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഒരാളെ എഫേർട്ട് ഞങ്ങളെ ടോട്ടാലിറ്റി നമ്മൾ ഈ സംഘടന എല്ലാം കൊണ്ടാണ് ഇത് ഭംഗിയായിട്ട് നടന്നത്. നിങ്ങൾ കഴിച്ചു നോക്കി ഭക്ഷണം എങ്ങനെയുണ്ടെന്ന്, അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ എഫേർട്ട് എങ്ങനെയുണ്ട്. പടിപ്പാട്ടിന് ശേഷം ഹരിവരാസനത്തോടുകൂടി നടയടച്ചു. 23ാമത് വർഷമാണ് അയ്യപ്പ സേവാ സമിതി UAE അയ്യപ്പ പൂജ മഹോത്സവം സംഘടിപ്പിക്കുന്നത്. നമസ്തേ അറിവിൽ ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായി തിരികെ എത്താം.